മീഡിയാസിലേക്ക് സ്വാഗതം. ഭ്രമയുഗത്തിൻ്റെ 3 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. എന്ത് രസമാണല്ലേ മമ്മൂട്ടി ഈ സിനിമയിൽ അഭിനയിക്കുന്ന നോക്കിയിരിക്കാൻ തന്നെ. മമ്മൂട്ടി മാത്രമല്ല, സിദ്ധാർത്ഥ് ഭരതനും അതേപോലെ തന്നെ അർജുൻ അശോകനുമൊക്കെ അഭിനയിച്ചിരിക്കുന്ന കാണാൻ വലിയ രസം തന്നെയാണ്. അറിയാതെ നമ്മൾ നോക്കിയിരുന്നു പോകും. എന്തായാലും ഈ സിനിമയുടെ 3 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് നമുക്ക് വരാം. 3 ദിവസത്തെ ഓവർസീസ് റിപ്പോർട്ടുകളിലേക്ക് വരികയാണെങ്കിൽ USA, കാനഡയിൽ നിന്ന് $1,28,280 ലഭിച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യൻ രൂപയിൽ പറയുകയാണെങ്കിൽ 1,06,00,000 3 ദിവസം കൊണ്ട് നേടിയിരിക്കുന്നത്. UK, അയർലാൻഡിൽ നിന്ന് മാത്രമായിട്ട് $95,477 ലഭിച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യൻ രൂപയിൽ പറയുകയാണെങ്കിൽ 99 ലക്ഷം, അതായത് 1 ലക്ഷം രൂപയും കൂടെ ഉണ്ടെങ്കിൽ 1 കോടി എന്ന് തന്നെ പറയാം. ഓസ്ട്രേലിയൻ ഡോളർ 70,029, അതായത് ഇന്ത്യൻ രൂപയിൽ വരുമ്പോൾ 38 ലക്ഷത്തോളം രൂപ. ന്യൂസിലാൻഡിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് 25,506 ന്യൂസിലാൻഡ് ഡോളറാണ്, അതായത് 13 ലക്ഷം രൂപയാണ്. മൊത്തം $308,000 ലഭിച്ചിരിക്കുന്നത്, അതായത് 2.56 കോടി എന്ന് പറയാം. അതായത് അതിഗംഭീരമായിട്ടുള്ള ഒരു കളക്ഷൻ. അതായത് 3 കോടിക്ക് മുകളിലേക്ക് എത്തുന്നു റെസ്റ്റ് ഓഫ് യൂറോപ്പിലെ കളക്ഷൻ കൂടെ, അതായത് 35 രാജ്യങ്ങളിലെ കളക്ഷനെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് 3 കോടിക്ക് മുകളിൽ വരുന്നു എന്നുള്ളതാണ് 3 ദിവസത്തെ കളക്ഷൻ. മികച്ച രീതിയിലുള്ള ഒരു കളക്ഷൻ എന്ന് തന്നെ പറയാം. ഇനി കേരള കളക്ഷനിലേക്ക് കടന്നു വരികയാണെങ്കിൽ ആദ്യ 3 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അവിടെയും ഡീഗ്രേഡിങ്ങിൻ്റെ ശക്തമായ ഒരു വെർഷൻ കാണാനുണ്ട്. വേറെ ഒന്നുമല്ല, സിനിമയ്ക്ക് ട്രാക്ഡ് കളക്ഷൻസിൻ്റെ കാര്യം ഞാൻ ആദ്യം പറയാം. ആദ്യ ദിനം സിനിമ 844 ഷോകളിൽ നിന്ന് 2,19,00,000 രൂപ വന്നു കഴിഞ്ഞപ്പോൾ 3,05,00,000 രൂപയായിരുന്നു സിനിമയ്ക്ക് വന്ന ടോട്ടൽ കളക്ഷനായിട്ട് വന്നത്. രണ്ടാം ദിവസം 1,77,66,000 രൂപ വന്നു കഴിഞ്ഞപ്പോൾ 2,45,00,000 രൂപയായിരുന്നു സിനിമയുടെ കളക്ഷൻ. ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് ഓക്കെയാണ്. പക്ഷേ മൂന്നാം ദിവസം ഈ സിനിമയ്ക്ക് വന്ന ട്രാക്ഡ് കളക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2,25,00,000 രൂപയാണ്. ഇവിടെ പ്രചരിപ്പിക്കുന്ന ഏറ്റവും വലിയ ഡീഗ്രഡേഷൻ്റെ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ അന്നും 3 കോടിയാണ് സിനിമയ്ക്ക്, അതായത് മൂന്നാം ദിവസം 3 കോടിയാണ്. സ്വാഭാവികമായിട്ട് ചോറിനെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ട്രാക്ഡ് കളക്ഷൻസ് കാണുമ്പോൾ ആദ്യ ദിനം 2,19,00,000 ആണെങ്കിൽ അവിടുന്ന് 6 ലക്ഷം കൂടുതലാണ് ട്രാക്ഡ് കളക്ഷൻസിലൂടെ വന്നിരിക്കുന്ന മൂന്നാം ദിവസത്തെ കളക്ഷൻ. അപ്പം എത്രത്തോളമാണ് അതിൻ്റെ ഡിഫറൻസ് എന്നറിയാം. അതുകൂടാതെ നമുക്കറിയാം ഒരുപാട് പേർ ടിക്കറ്റ് എടുക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ. അപ്പോൾ 3 കോടിയല്ല, 3.5 കോടിയല്ല, അതിൻ്റെ മുകളിലേക്കാണ് സിനിമയുടെ കളക്ഷൻ എന്നുള്ളതാണ്. ഇപ്പോൾ വിശ്വസനീയമായ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് 3.64 കോടിയാണെന്നുള്ളത്. അതിൽ നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നില്ല, ഞാൻ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. എന്തായാലും 3.25 കോടിക്ക് മുകളിലാണ് സിനിമയുടെ ഇന്നലത്തെയും കളക്ഷൻ എന്നുള്ളതിൽ പൂർണ്ണമായും ഞാൻ ഉറച്ചു നിൽക്കുന്നു. അതായത് 3 ദിവസം കൊണ്ട് സിനിമ 9 കോടിയിലേക്ക് എത്തി. അതായത് 8,85,00,000 രൂപ എന്ന് ചിലർ പറയുമ്പോൾ വെറും 15 ലക്ഷം രൂപയുടെ കണക്കിനാണ് കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ അവിടെയും ഒരു ഡീഗ്രഡേഷൻ്റെ കാര്യം നമുക്ക് കാണാൻ കഴിയുന്നു. അത് അവിടെ നിൽക്കട്ടെ. എന്താണേലും ഇന്നത്തെ കളക്ഷൻ വരികയാണെങ്കിൽ ഇതുവരെ 462 ഷോകളിൽ നിന്ന് 1 ലക്ഷത്തോളം ആളുകളാണ് സിനിമ കണ്ടിരിക്കുന്നത്. അതും 69% ഒക്യുപ്പൻസിയിൽ സിനിമ വരുമ്പോൾ 59 ഹൗസ് ഹോൾഡ് ഷോസ് ട്രാക്കേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ നിമിഷം വരെ, അതായത് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന 4 മണിക്ക് ലഭിച്ചിരിക്കുന്ന കണക്കുകൾ അനുസരിച്ചിട്ട് 1,38,92,635 രൂപയാണ് സിനിമയ്ക്ക് ഇതുവരെ ലഭിച്ചിരിക്കുന്നത്. അതായത് ഇന്നലത്തേക്കാളും 50% ഉയർവ് ഈ സിനിമയ്ക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. തീർച്ചയായും ഇന്ന് 4 കോടി, 3.5 കോടി, 4 കോടിയിലായിരിക്കും ഇന്നത്തെയും കളക്ഷൻ വരാൻ പോകുന്നത്. ഭ്രമയുഗം എത്ര കളക്ഷൻ നേടുന്നു എന്നുള്ള ഒരു കാര്യമല്ല, പക്ഷേ കണക്കുകൾ എല്ലാത്തിനും വേണമല്ലോ. ആറ്റിക്കളഞ്ഞാലും അളന്ന് കളയണം എന്നുള്ളതുകൊണ്ട് ആ ഒരു കളക്ഷൻ നമുക്ക് പറയാം. കാരണം ഈ സിനിമയെ നമ്മൾ കാണുന്നത് കളക്ഷൻ വൈസ് അല്ല. മലയാള സിനിമയെ ഇന്ത്യൻ സിനിമ ലോകത്തേക്ക് ഏറ്റവും മികച്ച സിനിമയായി മാറ്റി വെച്ചിരിക്കുന്നു ഈ സിനിമ എന്ന് പറയാം. മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച സിനിമയായി മാറുന്നു എന്നുള്ളതാണ്. ആദ്യ ആഴ്ച ഈ സിനിമ കുറഞ്ഞ തിയേറ്ററുകളിലാണെങ്കിൽ പോലും 35 കോടിക്കടുത്തേക്ക് എത്തുന്നു. 30 കോടി ഉറപ്പിച്ചിരിക്കുന്നു. ആദ്യ 3 ദിവസത്തെ കളക്ഷനായിട്ട് പുറത്തു വരുന്നത് 23-24 കോടി ആ റേഞ്ചിലാണ്. സ്ഥിരീകരിക്കാനുണ്ട് അതിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകൾ 25 വരെ പറയുന്നുണ്ട്. ആദ്യ 2 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് 15 കോടിയായിരുന്നു എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. മൂന്നാം ദിവസം 9 കോടിക്ക് മുകളിലാണ് കളക്ഷൻ എന്നുള്ളതറിയാം. അങ്ങനെ വരുമ്പോൾ 24 കോടി ഉറപ്പിക്കാം. ഇനിയും ഇന്നത്തെ ദിവസത്തെ കളക്ഷൻ വരുമ്പോൾ തീർച്ചയായും 10 കോടിക്ക് മുകളിലേക്ക് വരും എന്നുള്ളത് തന്നെയാണ്. എന്നാലും അതിഗംഭീരമായിട്ട് തന്നെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ഇന്നലെ ഇതേ സമയം വരെ സിനിമയ്ക്ക് 1.5 ലക്ഷം ടിക്കറ്റുകൾ വിറ്റുപോയിരുന്നെങ്കിൽ ഇന്നും 1 ലക്ഷത്തിന് മുകളിലുള്ള ടിക്കറ്റുകളുണ്ട്. ഒരുപക്ഷെ 1.5 ലക്ഷത്തിന് മുകളിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് കാണാൻ കഴിയുന്നതും. എങ്ങും ടിക്കറ്റുകൾ കിട്ടാനില്ല. ഒട്ടുമിക്ക വമ്പൻ തിയേറ്ററുകൾ മാത്രമല്ല, എല്ലാ തിയേറ്ററുകളിലും ടിക്കറ്റ് ഇല്ല. എക്സ്ട്രാ ഷോസ് ആഡ് ചെയ്യുന്ന ഒരു കാര്യവും നമുക്ക് കാണാൻ കഴിയുന്നു. അതായത് രാത്രി 11:45, 11:30 ആ സമയത്തേക്കുള്ള ഷോകളുടെ എണ്ണം കൂടുന്നു. ഇതുവരെ സിനിമയ്ക്ക് ഏകദേശം 400-ന് മുകളിലുള്ള എക്സ്ട്രാ ഷോസ് ആണ് ചാർട്ട് ചെയ്യപ്പെട്ടിരുന്നത്. ഇന്നലെ കേരളത്തിൽ നിന്ന് ഏകദേശം
140 മുകളിലുള്ള ഷോസ് ഉണ്ടായിരുന്നു. അന്യ സംസ്ഥാനങ്ങളിൽ ഏകദേശം 50 മുകളിലുള്ള എക്സ്ട്രാ ഷോസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും സിനിമ അതിഗംഭീരമായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രേറ്റ് മീഡിയാസ്.